ഹലോ ഫ്രണ്ട്സ്, ബൈബിളിൽ ചേർക്കാത്ത ദി ഫോർഗോട്ടൺ ബുക്സ് ഓഫ് ഏദനിലെ ആദം ആൻഡ് ഈവിൻ്റെ രണ്ടാം ബുക്ക് ഇവിടെ ആരംഭിക്കുകയാണ്. ആദ്യ ബുക്കിൻ്റെ അവസാനത്തിൽ നാം കണ്ടത് ലോകത്തിലെ ആദ്യ കൊലപാതകം പിശാചിൻ്റെ കൗശലത്താൽ ആദാമിൻ്റെ മൂത്ത മകനായ കയീനാൽ നടത്തപ്പെടുന്നതാണ്. പിന്നെ എന്ത് സംഭവിച്ചു എന്ന് നമുക്ക് നോക്കാം. അധ്യായം 1. ലുലുവ കയീന്റെ വാക്കുകൾ കേട്ടപ്പോൾ കരഞ്ഞുകൊണ്ട് അവളുടെ അച്ഛൻ്റെയും അമ്മയുടെയും അടുക്കൽ ചെന്നു. കയീൻ തന്റെ സഹോദരനായ ഹാബേലിനെ കൊന്നത് എങ്ങനെയെന്ന് അവരോട് പറഞ്ഞു. അപ്പോൾ അവർ അവരുടെ മുഖത്തടിച്ചു, തലയിൽ പൊടി വാരിയിട്ടും വസ്ത്രങ്ങൾ കീറിയും എല്ലാവരും ഉറക്കെ നിലവിളിച്ചുകൊണ്ട് പുറത്ത് ഹാബേൽ കൊല്ലപ്പെട്ട സ്ഥലത്തേക്ക് പോയി. കൊല്ലപ്പെട്ട ഹാബേൽ നിലത്ത് കിടക്കുന്നതും അവന്റെ ചുറ്റും മൃഗങ്ങൾ നിൽക്കുന്നതും കണ്ട് അവർ നിലവിളിച്ച് വിശുദ്ധനാക്കിയാൽ അവന്റെ ശരീരത്തിൽ നിന്ന് നല്ല സുഗന്ധദ്രവ്യങ്ങളുടെ ഒരു ഗന്ധം പുറപ്പെട്ടുകൊണ്ടിരുന്നു. മുഖത്തുകൂടി ഒഴുകിക്കൊണ്ടിരിക്കുന്ന കണ്ണീരോടെ ആദം അവനെ എടുത്തു. നിധിയുടെ ഗുഹയിൽ ചെന്ന് അവനെ അവിടെ കിടത്തി. സുഗന്ധദ്രവ്യങ്ങളും മൂറും പുരട്ടി. ഹാബേലിനെ അടക്കം ചെയ്യേണ്ടി വന്ന ആദമും ഹൗവായും 140 ദിവസം അതീവ ദുഃഖത്തോടെ അങ്ങനെ തന്നെ തുടർന്നുകൊണ്ടിരുന്നു. ഹാബേലിന് 15.5 വയസ്സും കയീന് 17 വയസ്സുമായിരുന്നു അപ്പോൾ പ്രായം. കയീനാകട്ടെ തൻ്റെ സഹോദരന്റെ വിലാപം അവസാനിച്ചപ്പോൾ തൻ്റെ സഹോദരി ലുലുവയെ കൂട്ടിക്കൊണ്ടവൻ പോയി. അച്ഛൻ്റെയും അമ്മയുടെയും അനുവാദമില്ലാതെ അവളെ വിവാഹം കഴിച്ചു. എന്തെന്നാൽ ദുഃഖത്താൽ ഭാരമേറിയ ഹൃദയത്താൽ കഴിഞ്ഞിരുന്ന അവർക്ക് അവളെ അവനിൽ നിന്നും അകറ്റുവാൻ കഴിഞ്ഞില്ല. പിന്നെ കയീൻ തോട്ടത്തിൽ നിന്നും അകലെയായി തൻ്റെ സഹോദരനെ കൊന്ന സ്ഥലത്തിനടുത്തുള്ള മലയുടെ അടിയിലേക്ക് ഇറങ്ങി. ആ സ്ഥലത്ത് ധാരാളം വനവൃക്ഷങ്ങളും ഫലവൃക്ഷങ്ങളും ഉണ്ടായിരുന്നു. അവൻ്റെ സഹോദരിയിൽ അവന് കുട്ടികൾ ജനിച്ചു. ആ കുട്ടികൾ ജന്മം നൽകിയ കുട്ടികളാൽ ആ സ്ഥലം നിറയുന്നത് വരെ അതിവേഗം അവരുടെ ജനസംഖ്യ വർദ്ധിച്ചു കൊണ്ടിരുന്നു. എന്നാൽ ഹാബേലിന്റെ ശവസംസ്കാര ചടങ്ങുകൾക്ക് ശേഷം 7 വർഷത്തേക്ക് ആദമും ഹൗവായും ഒരുമിച്ചില്ല. അതിനുശേഷം ഹൗവ ഗർഭം ധരിച്ചു. അവൾ ഗർഭാവസ്ഥയിലായിരിക്കുമ്പോൾ ആദം അവളോട് പറഞ്ഞു, വരൂ, നമുക്കൊരു വഴിപാടെടുത്ത് ദൈവത്തിന് അർപ്പിക്കാം. നമുക്കൊരു സത്യസന്ധനായ കുട്ടിയെ നൽകണമെന്ന് അപേക്ഷിക്കാം. അവനിൽ നമുക്ക് ആശ്വാസം കണ്ടെത്തുവാൻ കഴിഞ്ഞേക്കാം. അവനെ നമുക്ക് ആബേലിന്റെ സഹോദരിയുമായി വിവാഹം കഴിപ്പിക്കാം. പിന്നെ അവർ ഒരു വഴിപാട് ഒരുക്കി യാഗപീഠത്തിങ്കിൽ കൊണ്ടുവന്ന് അത് ലോർഡിന് സമർപ്പിച്ചു. തങ്ങളുടെ വഴിപാട് സ്വീകരിക്കുവാനും തങ്ങൾക്കൊരു നല്ല സന്തതിയെ കൊടുക്കുവാനും ലോർഡിനോട് അപേക്ഷിക്കുവാൻ തുടങ്ങി. ദൈവം ആദമിന്റെ അപേക്ഷ കേട്ട് അവന്റെ വഴിപാട് സ്വീകരിച്ചപ്പോൾ അവർ ദൈവത്തെ ആരാധിച്ചു. അതിനുശേഷം ആദമും ഹൗവായും മക്കളും കൂടി താഴേക്ക് നിധിയുടെ ഗുഹയിലേക്ക് വന്നു. രാവും പകലും കത്തിക്കൊണ്ടിരിക്കുവാൻ അവർ ഒരു വിളക്ക് കത്തിച്ച് ഹാബേലിന്റെ ശവത്തിന് മുമ്പിലായി വെച്ചു. പിന്നെ ഹൗവയുടെ പ്രസവ സമയം വരെ ആദമും ഹൗവായും ഉപവസിച്ചും പ്രാർത്ഥിച്ചും കൊണ്ട് ആ ഗുഹയിൽ കഴിഞ്ഞു. പ്രസവ സമയം വന്നപ്പോൾ ഹൗവ ആദമിനോട് പറഞ്ഞു, പാറയിലെ ഗുഹയിൽ പോയി അതിൽ പ്രസവിക്കണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ആദം പറഞ്ഞു, നിന്നെ നോക്കേണ്ടുന്നതിനായി നീ പോയി നിന്റെ മകളെ കൂട്ടിക്കൊണ്ടു പോകൂ. ഞാൻ എൻ്റെ മകൻ ഹാബേലിന്റെ മൃതദേഹത്തിന് മുന്നിൽ ഈ നിധി ഗുഹയിൽ തന്നെ വസിക്കും. അപ്പോൾ ഹവ്വ ആദമിന്റെ വാക്കനുസരിച്ച് മകളോടൊപ്പം ഗുഹയിലേക്ക് പോയി. എന്നാൽ ആദം തനിച്ച് നിധിയുടെ ഗുഹയിൽ തന്നെ നിന്നു. ഹൗവ രൂപത്തിലും മുഖഭാവത്തിലും തികച്ചും സുന്ദരനായ ഒരു മകനെ പ്രസവിച്ചു. അവൻ അവന്റെ പിതാവായ ആദമിനെ പോലെയായിരുന്നു. എങ്കിലും പിതാവിനേക്കാൾ സുന്ദരനായിരുന്നു അവൻ. അവനിൽ ആശ്വാസം കണ്ടെത്തിയ ഹൗവ 8 ദിവസം ഗുഹയിൽ താമസിച്ചു. അതിനുശേഷം അവൾ തൻ്റെ മകളെ ആദമിന്റെ അടുക്കൽ പറഞ്ഞയച്ചു. ആദം വന്ന് കുട്ടിയെ കാണാനും അവന് പേരിടാനും പറഞ്ഞു. എന്നാൽ ആദം മടങ്ങി വരുന്നത് വരെ മകൾ
സഹോദരന്റെ മൃതശരീരത്തിനരികിൽ ആ സ്ഥാനത്ത് തന്നെ താമസിച്ചു. ആദം വന്ന് കുട്ടിയുടെ ഭംഗിയും സൗന്ദര്യവും നിറഞ്ഞ തികഞ്ഞ രൂപം കണ്ടപ്പോൾ അതിയായി സന്തോഷിക്കുകയും അതവന് ആശ്വാസം നൽകുകയും ചെയ്തു. എന്നിട്ട് ആദം കുട്ടിക്ക് സേത്ത് എന്ന് പേരിട്ടു. അതായത് ദൈവം എൻ്റെ പ്രാർത്ഥന കേട്ടു, എൻ്റെ കഷ്ടതയിൽ നിന്ന് എന്നെ വിടുവിച്ചു. എന്നാൽ ശക്തിയും ബലവും എന്നും അതിനർത്ഥമുണ്ട്. ആദം കുട്ടിക്ക് പേരിട്ട ശേഷം അവൻ നിധികളുടെ ഗുഹയിലേക്ക് മടങ്ങി. അവൻ്റെ മകൾ അമ്മയുടെ അടുക്കിലേക്ക് മടങ്ങിപ്പോവുകയും ചെയ്തു. എന്നാൽ ഹവ്വ തൻ്റെ ഗുഹയിൽ തുടർന്നു 40 ദിവസം തികയുന്നത് വരെ. അതിനുശേഷം അവൾ ആദമിൻ്റെ അടുക്കലേക്ക് മടങ്ങി. കുട്ടിയെയും മകളെയും തന്നോടൊപ്പം അവിടേക്ക് അവൾ കൊണ്ടുവന്നു. അവർ വെള്ളമുള്ള ഒരു നദിയിലെത്തി. അവിടെ ആദമും അവൻ്റെ മകളും ഹാബേലിനെ ഓർത്ത് ദുഃഖിച്ച് സ്വയം അതിൽ കഴുകി. എന്നാൽ ഹവ്വായും കുഞ്ഞും ശുദ്ധീകരണത്തിനായി അതിൽ കഴുകി. പിന്നെ അവർ മടങ്ങി വന്ന് വഴിപാടെടുത്ത് മലയിൽ ചെന്ന് ശിശുവിനു വേണ്ടി അത് അർപ്പിച്ചു. ദൈവം അവരുടെ വഴിപാട് സ്വീകരിച്ചു. അവർക്കും അവരുടെ മകൻ സേത്തിനും അനുഗ്രഹം അയച്ചു. അവർ വീണ്ടും ഗുഹയിൽ മടങ്ങിയെത്തി. ആദമിനെ സംബന്ധിച്ചിടത്തോളം അവൻ തൻ്റെ ജീവിതകാലം മുഴുവൻ തൻ്റെ ഭാര്യയെ ഹവ്വയെ അറിഞ്ഞില്ല. അവരിൽ നിന്ന് പിന്നീട് ഒരു സന്തതിയും ജനിച്ചില്ല. അവരുടെ മക്കൾ കയീൻ, ലുലുവ, ആബേൽ, അക്ലിയ, സേത്ത് എന്നിവർ മാത്രം. എന്നാൽ ഉയരത്തിലും ശക്തിയിലും വർദ്ധിച്ചുകൊണ്ടിരുന്ന സേത്ത് വളരെ ഉത്സാഹത്തോടെ ഉപവസിക്കാനും പ്രാർത്ഥിക്കുവാനും തുടങ്ങി. അധ്യായം 2. ആദമിനെ സംബന്ധിച്ചിടത്തോളം അവൻ തൻ്റെ ഭാര്യ ഹവ്വയെ അറിയാതെ വേർതിരിഞ്ഞിട്ട് 7 വർഷക്കാലം കഴിഞ്ഞ സമയം. അവളെ ഇങ്ങനെ വേർപെടുത്തിയത് കണ്ടപ്പോൾ സാത്താൻ അവനോട് അസൂയ തോന്നി. ആദമിനെ വീണ്ടും അവളോടൊപ്പം ജീവിപ്പിക്കുവാൻ പ്രേരിപ്പിച്ചു. അപ്പോൾ ആദം എഴുന്നേറ്റ് നിധിയുടെ ഗുഹയുടെ മുകളിലേക്ക് പോയി. രാത്രി തോറും അവിടെ കിടന്ന് ഉറങ്ങുവാൻ തുടങ്ങി. എന്നാൽ എല്ലാ ദിവസവും വെളിച്ചം വന്നാലുടൻ അവൻ ഗുഹയിലേക്ക് ഇറങ്ങിപ്പോകും, അവിടെ പ്രാർത്ഥിക്കാനും അവിടെ നിന്ന് അനുഗ്രഹം വാങ്ങാനുമായി. എന്നാൽ സാത്താൻ തന്നെ കീഴടക്കുമെന്ന് ഭയന്ന് വൈകുന്നേരമായപ്പോൾ അവൻ ഗുഹയുടെ മേൽക്കൂരയിൽ കയറി അവിടെ തനിച്ച് കിടന്നുറങ്ങി. അങ്ങനെ അവൻ 39 ദിവസം വേർപിരിഞ്ഞ് താമസിച്ചു. പിന്നെ എല്ലാ നന്മകളെയും വെറുക്കുന്ന സാത്താൻ ആദം ഇങ്ങനെ ഒറ്റയ്ക്ക് ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത് കണ്ടപ്പോൾ ഒരു സുന്ദരിയായ സ്ത്രീയുടെ രൂപത്തിൽ അവന് പ്രത്യക്ഷപ്പെട്ട് 40-ാം ദിവസം രാത്രിയിൽ അവൻ്റെ മുന്നിൽ വന്നു നിന്ന് അവനോട് പറഞ്ഞു, "ഓ ആദം, നീ ഈ ഗുഹയിൽ താമസിക്കുവാൻ തുടങ്ങിയ കാലം മുതൽ നിന്നിൽ നിന്ന് ഞങ്ങൾക്ക് വലിയ സമാധാനം അനുഭവപ്പെട്ടു. നിന്റെ പ്രാർത്ഥനകൾ ഞങ്ങളിൽ എത്തുകയും നിന്നെക്കുറിച്ച് ഞങ്ങൾക്ക് ആശ്വാസം ലഭിക്കുകയും ചെയ്തു. എന്നാൽ ഇപ്പോൾ ഓ ആദമേ, നീ ഗുഹയുടെ മേൽക്കൂരയിൽ ഉറങ്ങുവാൻ കയറിയപ്പോൾ ഞങ്ങൾക്ക് നിങ്ങളെക്കുറിച്ച് സംശയമുണ്ടായിരുന്നു. ഹവ്വായിൽ നിന്നുള്ള നിന്റെ വേർപിരിയൽ കാരണം ഞങ്ങൾക്ക് വലിയ ദുഃഖമുണ്ടായി. അതുമാത്രമല്ല, നീ ഈ ഗുഹയുടെ മേൽക്കൂരയിലായിരിക്കുമ്പോൾ നിന്റെ പ്രാർത്ഥന പുറത്തേക്ക് വരുമ്പോൾ നിന്റെ ഹൃദയം ഗുഹയിൽ പ്രാർത്ഥിക്കുവാനും അനുഗ്രഹം തേടാനുമായി അങ്ങോട്ടും ഇങ്ങോട്ടുമായി അലയുകയാണ്. എന്നാൽ നീ ഗുഹയിലായിരുന്നപ്പോൾ നിന്റെ പ്രാർത്ഥന ഒന്നിച്ചു കൂട്ടിയ തീ പോലെയായിരുന്നു. അത് ഞങ്ങളുടെ അടുക്കിലേക്ക് ഇറങ്ങി വരികയും നീയും സ്വസ്ഥത കണ്ടെത്തുകയും ചെയ്തിരുന്നു. നിന്നിൽ നിന്ന് വേർപെട്ടു പോയ നിന്റെ മക്കളെക്കുറിച്ച് ഞാനും ദുഃഖിച്ചു. നിന്റെ മകൻ ഹാബേലിന്റെ കൊലപാതകത്തിൽ എനിക്ക് അതിയായ ദുഃഖമുണ്ട്. കാരണം അവൻ നീതിമാനായിരുന്നു. നീതിമാനായ ഒരു മനുഷ്യനെക്കുറിച്ച് എല്ലാവരും ദുഃഖിക്കും. നിന്റെ മകനായ സേത്തിന്റെ ജനനത്തിൽ ഞാൻ സന്തോഷിച്ചു. എങ്കിലും ഹവ്വായെ ഓർത്ത് ഞാൻ വളരെ ദുഃഖിച്ചു. കാരണം അവൾ എൻ്റെ സഹോദരിയാണ്. ദൈവം നിനക്കൊരു ഗാഢനിദ്ര അയച്ച്
അവളെ നിന്റെ ഒരു വശത്തു നിന്നും വലിച്ചെടുത്തപ്പോൾ ദൈവം എന്നെയും അവളോടൊപ്പം വലിച്ചു പുറത്തു കൊണ്ടുവന്നു. എന്നാൽ അവൻ അവളെ നിന്റെ അടുക്കൽ നിർത്തി വളർത്തിയപ്പോൾ എന്നെ അവൻ താഴ്ത്തി. എൻ്റെ സഹോദരി നിങ്ങളോടൊപ്പം ഉള്ളതിൽ ഞാൻ സന്തോഷിച്ചു. പക്ഷേ ദൈവം എനിക്ക് മുൻപൊരു വാഗ്ദത്തം നൽകിയിരുന്നു. ദുഃഖിക്കേണ്ട നീ. ആദം നിധികളുടെ ഗുഹയുടെ മേൽക്കൂരയിൽ കയറി അവൻ്റെ ഭാര്യ ഹവ്വയിൽ നിന്ന് വേർപിരിയുമ്പോൾ ഞാൻ നിന്നെ അവൻ്റെ അടുക്കലേക്ക് അയക്കും. നീ അവനുമായി ചേർന്ന് 5 മക്കളെ ഹവ്വ പ്രസവിച്ചതുപോലെ നീയും പ്രസവിക്കും. ഇപ്പോൾ ഇതാ ദൈവം എന്നോടുള്ള വാഗ്ദത്തം നിവർത്തിച്ചിരിക്കുന്നു. അവനാണ് കല്യാണത്തിനായി എന്നെ നിന്റെ അടുക്കൽ അയച്ചത്. നീ എന്നെ വിവാഹം കഴിച്ചാൽ ഹവ്വായുടെ മക്കളെക്കാൾ നല്ലതും സൗന്ദര്യമുള്ള മക്കളെ ഞാൻ നിനക്ക് ജനിപ്പിക്കും. അത് മാത്രമല്ല, നീ ഇപ്പോഴും ചെറുപ്പമാണ്. ഈ ലോകത്തിൽ നിന്റെ യൗവനം ദുഃഖത്തിൽ അവസാനിപ്പിക്കരുത്. നിന്റെ യൗവനകാലം സന്തോഷത്തോടും ആനന്ദത്തോടും കൂടി ചിലവഴിക്കുക. ഈ ലോകത്തിലെ നിന്റെ നാളുകൾ ചുരുങ്ങിയതും നിന്റെ പരീക്ഷ വലിയതുമാകുന്നു. ശക്തനായിരിക്കുക. ഈ ലോകത്തിലെ നിന്റെ നാളുകൾ സന്തോഷത്തോടെ അവസാനിപ്പിക്കുക. ഞാൻ നിന്നിൽ ആനന്ദിക്കും. നീയും എന്നോടുകൂടെ ഈ ജ്ഞാനത്തിൽ ഭയമില്ലാതെ സന്തോഷിക്കും. എഴുന്നേറ്റിപ്പോൾ നിന്റെ ദൈവത്തിന്റെ കൽപ്പന നിറവേറ്റുക. അവൾ പിന്നീട് ആദമിന്റെ അടുത്തെത്തി അവനെ ആലിംഗനം ചെയ്തു. അപ്പോൾ അവളെ എങ്ങനെയെങ്കിലും കീഴടക്കേണ്ടിയിരിക്കുന്നു എന്ന് കണ്ട ആദം അവളിൽ നിന്ന് തന്നെ വിടുവിക്കാനായി തീഷ്ണമായി ദൈവത്തോട് പ്രാർത്ഥിച്ചു. അപ്പോൾ ദൈവം തന്റെ വചനത്തെ ആദമിന് അടുക്കലേക്ക് അയച്ച അവനോട്, ഓ ആദമേ, ആ രൂപമാണ് നിനക്ക് ദൈവത്വവും മഹത്വവും വാഗ്ദാനം ചെയ്തത്. അവന് നിന്നോട് ഒട്ടും ഔദാര്യമുള്ളവനല്ല. ഒരു സമയത്ത് ഒരു സ്ത്രീയുടെ രൂപത്തിൽ നിൻമുന്നിൽ പ്രത്യക്ഷനാകുന്ന അവൻ മറ്റൊരു നിമിഷം ഒരു മാലാഖയുടെ സാദൃശ്യത്തിൽ വരുന്നു. ഉദാഹരണത്തിന് മറ്റൊരവസരത്തിൽ സർപ്പമായും, വേറൊരു സമയത്ത് ദൈവത്തിന്റെ സാദൃശ്യത്തിൽ. എന്നാൽ അവൻ ഇതെല്ലാം ചെയ്യുന്നത് നിന്റെ ആത്മാവിനെ നശിപ്പിക്കുവാൻ വേണ്ടി മാത്രമാണ്. ആകയാൽ ആദമേ, നിന്റെ ഹൃദയം മനസ്സിലാക്കിയ ഞാൻ നിന്നെ അവന്റെ കൈകളിൽ നിന്ന് പല പ്രാവശ്യം രക്ഷിച്ചിരിക്കുന്നു. ഞാൻ കരുണയുള്ള ദൈവമാണെന്ന് നിനക്ക് കാണിച്ചു തരാൻ വേണ്ടി അത്രയേ അത്. നിന്റെ നന്മ ഞാൻ ആഗ്രഹിക്കുന്നു, നിന്റെ നാശം ഞാൻ ആഗ്രഹിക്കുന്നില്ല. പിന്നെ ദൈവം സാത്താനോട് അവൻ തന്നെ അവന്റെ ഭയാനകമായ രൂപത്തിൽ വ്യക്തമായ ആദമിന് മുന്നിൽ പ്രത്യക്ഷപ്പെടുവാൻ കൽപ്പിച്ചു. എന്നാൽ ആദം അവനെ കണ്ടപ്പോൾ ഭയപ്പെട്ടു, അവനെ കണ്ടു വിറച്ചു. ദൈവം ആദമിനോട് പറഞ്ഞു, ഈ പിശാചിനെയും അവന്റെ ഭയാനകമായ നോട്ടത്തെയും കാണൂ. നിന്നെ പ്രകാശത്തിൽ നിന്ന് ഇരുട്ടിലേക്കും സമാധാനത്തിൽ നിന്നും വിശ്രമത്തിൽ നിന്നും കഷ്ടപ്പാടിലേക്കും ദുരിതത്തിലേക്കും വീഴ്ത്തിയത് അവനാണെന്നറിയുക. ആദമേ, ഞാൻ ദൈവമാണെന്ന് സ്വയം പറഞ്ഞ അവനെ നീ നോക്കൂ. ദൈവത്തിന് ഇരുട്ടാകുവാൻ കഴിയുമോ? ദൈവം സ്ത്രീയുടെ രൂപം സ്വീകരിക്കുമോ? ദൈവത്തെക്കാൾ ശക്തനായ ആരെങ്കിലുമുണ്ടോ? അവനെ കീഴടക്കുവാൻ കഴിയുമോ? ഇപ്പോൾ ഓ ആദമേ, അവൻ നിന്റെ സാന്നിധ്യത്തിൽ വായുവിൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്നത് നോക്കി കാണുക. ഓടിപ്പോകുവാൻ കഴിയാതെ. അതുപോലെ ഞാൻ നിന്നോട് പറയുന്നു, അവനെ ഭയപ്പെടേണ്ട. ഇനി മുതൽ അവൻ നിന്നോട് എന്ത് ചെയ്താലും അവനെ സൂക്ഷിച്ചുകൊള്ളുക. പിന്നെ ദൈവം സാത്താനെ ആദമിൽ നിന്നും പുറത്താക്കി. ദൈവം അവനെ ശക്തിപ്പെടുത്തുകയും അവന്റെ ഹൃദയത്തെ ആശ്വസിപ്പിക്കുകയും ചെയ്തുകൊണ്ട് അവനോട് പറഞ്ഞു, നിധികളുടെ ഗുഹയിലേക്ക് ഇറങ്ങുക. ഹവ്വായിൽ നിന്നും വേർപെടരുത്. ഞാൻ നിന്നിലെ എല്ലാ മൃഗീയ മോഹങ്ങളെയും ശമിപ്പിക്കും. ആ നിമിഷം മുതൽ സാത്താൻ ആദമിനെയും ഹവ്വായെയും വിട്ടുപോയി. അവർ ദൈവകൽപ്പനയാൽ സ്വസ്ഥത ആസ്വദിച്ചു. എന്നാൽ ദൈവം ആദമിന്റെ സന്തതികളിൽ ആരോടും ഇങ്ങനെ ചെയ്തില്ല. ആദമിനോടും ഹവ്വായോടും മാത്രമായിരുന്നു. പിന്നെ ആദം ദൈവം മുൻപാകെ നമസ്കരിച്ചു. അവനെ വിടുവിച്ചതിനും തന്റെ വികാരങ്ങൾ ശമിപ്പിച്ചതിനുമായി അവൻ ഗുഹയിൽ നിന്നും ഇറങ്ങി വന്ന് മുമ്പത്തെ പോലെ ഹവ്വായോടൊപ്പം താമസിച്ചു. ഇത് 40 ദിവസത്തെ ഹവ്വയിൽ നിന്നുമുള്ള അവന്റെ വേർപിരിയലിന് അവസാനം കുറിച്ചു.
ഷേത്തിനെ സംബന്ധിച്ചിടത്തോളം അവന് 7 വയസ്സുള്ളപ്പോൾ തന്നെ അവൻ നന്മ തിന്മകളെ അറിഞ്ഞിരുന്നു. ഉപവാസത്തിലും പ്രാർത്ഥനയിലും സ്ഥിരത പുലർത്തിയിരുന്നു. ദൈവത്തോട് കരുണയ്ക്കും ക്ഷമയ്ക്കും വേണ്ടി യാചിക്കുന്നതിൽ തൻ്റെ രാത്രികൾ മുഴുവൻ അവൻ ചിലവഴിച്ചു. എല്ലാ ദിവസവും തൻ്റെ വഴിപാട് കൊണ്ടുവരുമ്പോൾ ആബേൽ ഉപവസിച്ചു. തൻ്റെ പിതാവ് ചെയ്തതിനേക്കാൾ കൂടുതലായി. അവൻ ദൈവദൂതനെ പോലെ സൗന്ദര്യമുള്ളവനായിരുന്നു. അവൻ്റെ ആത്മാവിൻ്റെ ഏറ്റവും മികച്ച ഗുണങ്ങൾ കാത്തു സൂക്ഷിച്ച നല്ല ഒരു ഹൃദയത്തിൻ്റെ ഉടമയായിരുന്നു അവൻ. ഈ കാരണത്താൽ അവൻ എല്ലാ ദിവസവും തൻ്റെ വഴിപാട് കൊണ്ടുവന്നു. അവൻ്റെ വഴിപാടിൽ ദൈവം പ്രസാദിച്ചുവെന്ന് മാത്രമല്ല, അവൻ്റെ പരിശുദ്ധിയിൽ സന്തുഷ്ടനുമായിരുന്നു. 7 വയസ്സു വരെ അങ്ങനെ അവൻ ദൈവത്തിൻ്റെയും അച്ഛൻ്റെയും അമ്മയുടെയും ഇഷ്ടമനുസരിച്ച് പ്രവർത്തിച്ചു കൊണ്ടിരുന്നു. അതിനുശേഷം തൻ്റെ വഴിപാട് അർപ്പിച്ചതിന് ശേഷം അവൻ യാഗപീഠത്തിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ സാത്താൻ പ്രകാശത്താൽ തിളങ്ങുന്ന സൗന്ദര്യമുള്ള ഒരു ദൂതന്റെ രൂപത്തിൽ കയ്യിൽ ഒരു പ്രകാശവടിയുമായി പ്രകാശത്താൽ അവൻ്റെ അരക്കെട്ട് കെട്ടി സാത്താൻ ഹാബേലിന് പ്രത്യക്ഷൻ ആയി. അവൻ മനോഹരമായ ഒരു പുഞ്ചിരിയോടെ സേത്തിനെ അഭിവാദ്യം ചെയ്ത് അവനെ വഞ്ചിക്കുവാൻ തുടങ്ങി. സേത്തേ, നീ എന്തിനാണ് ഈ മലയിൽ താമസിക്കുന്നത്? പരുക്കൻ കല്ലും മണലും നിറഞ്ഞതും നല്ല ഫലങ്ങളില്ലാത്ത മരങ്ങളും പാർപ്പിടങ്ങളും പട്ടണങ്ങളും ഇല്ലാത്ത ഈ മരുഭൂമി താമസിക്കുവാൻ നല്ല സ്ഥലമല്ല. ചൂടും ക്ഷീണവും കഷ്ടതയും മാത്രമാണിവിടെ. അവൻ തുടർന്നു പറഞ്ഞു, എന്നാൽ ഞങ്ങൾ ഈ ഭൂമിയേക്കാൾ മനോഹരമായ സ്ഥലങ്ങളിലാണ് വസിക്കുന്നത്. ഈ ഭൂമിയേക്കാൾ പ്രകാശമുള്ളതും എല്ലാം ഇതിനേക്കാൾ മികച്ചതുമായ മറ്റൊരു ലോകം. ഞങ്ങളുടെ സ്ത്രീകൾ മറ്റുള്ളവരെക്കാളും സുന്ദരികളാണ്. ഓ സേത്തേ, അവരിൽ ഒരാളെ നീ വിവാഹം കഴിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. കാരണം നീ കാണാൻ സുന്ദരനാണെന്ന് ഞാൻ കാണുന്നു. നിനക്ക് പറ്റിയ ഒരു സ്ത്രീ പോലും ഈ നാട്ടിലില്ല. കൂടാതെ ഈ ലോകത്ത് ജീവിക്കുന്നവരെല്ലാം പഞ്ചാത്മാക്കൾ മാത്രമാണ്. എന്നാൽ ഞങ്ങളുടെ ലോകത്ത് ധാരാളം പുരുഷന്മാരും ധാരാളം കന്യകമാരുമുണ്ട്. ഒന്നൊന്നിനേക്കാൾ സൗന്ദര്യമുള്ളവരാണ് അവിടെയുള്ള എല്ലാവരും. അതിനാൽ നിങ്ങളെ ഇവിടെ നിന്ന് മാറ്റാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ വന്നെൻ്റെ ബന്ധങ്ങൾ കാണാനും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു വിവാഹം കഴിക്കുവാനും കഴിയും. അപ്പോൾ നീ എൻ്റെ അടുക്കൽ സമാധാനത്തോടെ വസിക്കും. ഞങ്ങളെപ്പോലെ നീയും തേജസ്സും പ്രകാശവും കൊണ്ട് നിറയും. നീ ഞങ്ങളുടെ ലോകത്ത് തന്നെ തുടർന്ന് ഈ ലോകത്തു നിന്നും അതിൻ്റെ ദുരിതങ്ങളിൽ നിന്നും സ്വസ്ഥത നേടൂ. നിനക്കിനി ഒരിക്കലും ക്ഷീണവും തളർച്ചയും തോന്നുകയില്ല. നീ ഒരിക്കലും വഴിപാട് കൊണ്ടുവരരുത്. കരുണയ്ക്ക് വേണ്ടി വ്യവഹാരം ചെയ്യുകയും അരുത്. കാരണം ഇനിമേൽ നീ പാപം ചെയ്യുകയോ കാമത്താൽ വശീകരിക്കപ്പെടുകയോ ഇല്ല. ഞാൻ പറയുന്നത് നീ ശ്രദ്ധിച്ചു കേട്ടാൽ എൻ്റെ പെൺമക്കളിൽ ഒരാളെ നീ വിവാഹം കഴിക്കും. ഞങ്ങളോട് അങ്ങനെ ചെയ്യുന്നത് പാപമല്ല, മൃഗമോഹമായി അത് കണക്കാക്കപ്പെടുന്നുമില്ല. കാരണം ഞങ്ങളുടെ ലോകത്ത് ഞങ്ങൾക്ക് ദൈവമില്ല. എന്നാൽ നാം എല്ലാവരും ദൈവങ്ങളാണ്. നാം എല്ലാവരും പ്രകാശത്തിൽ നിന്നുള്ളവരും സ്വർഗീയരും ശക്തരും അധികാരമുള്ളവരും മഹത്വമുള്ളവരുമാണ്. ശേഷം അടുത്തതിൽ ബൈബിളിൽ ചേർക്കാത്ത ബുക്കുകൾ വായിക്കുവാൻ താല്പര്യമുള്ളവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുവാനും മറക്കണ്ട. താങ്ക് യു.